പല സാഹചര്യങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി.ജെ.പിയുടെയും രക്ഷകനായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ മാറാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ ഏറ്റവും വലിയ രക്ഷകനായി അവതരിക്കുകയാണ് ശശി തരൂർ. ഇതിൽ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും അത്ഭുതം കൂറുകയാണ്. തരൂരിന്റെ അസാധാരണ നീക്കം പ്രതിപക്ഷ നിരയെ ഒന്നാകെ ദുർബലമാക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെ അനൌദ്യോഗിക വക്താവായി ശശി തരൂർ മാറിയെന്നാണ് കൊൽക്കത്തയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദ ടെലഗ്രാഫ് പത്രത്തിന്റെ വിമർശനം. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ സമ്മതിച്ചോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് രക്ഷാകവചവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ഓൾ ഔട്ട് പിന്തുണ. പാർലമെന്ററി വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറിനും പ്രധാനമന്ത്രിക്കും നൽകുന്ന പിന്തുണാ വാക്കുകളെ ബി.ജെ.പി അതീവ താല്പര്യത്തോടെയാണ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷമെന്ന നിലയിലുള്ള കോൺഗ്രസിന്റെ നിലപാടുകളെ നിരായുധമാക്കുന്ന പണിയാണിപ്പോൾ തരൂർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന ആരോപണം കോൺഗ്രസിനുള്ളിലും സജീവമാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അമേരിക്കയ്ക്കും പാകിസ്ഥാനും മുന്നിൽ മുട്ടുമടക്കാത്ത ഇന്ദിരാഗാന്ധിയെ ഉദാഹരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. 1971 സാഹചര്യമല്ല 2025 എന്ന് പറഞ്ഞ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരുന്നില്ലെന്ന പ്രചാരണവുമായാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് തരൂരിന്റേത്. പ്രത്യക്ഷമായും പരോക്ഷമായും ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന തരൂരിന്റെ സമീപനങ്ങളിൽ കോൺഗ്രസ് മിക്കപ്പോഴും വെട്ടിലാവുന്നുണ്ട്. തരൂരിനോട് വായടക്കാൻ പോലും പറയാനാവാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. പല അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ തരൂരിന്റെ അഭിപ്രായങ്ങളോട് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനങ്ങളുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ബിലാവൽ ഭൂട്ടോ നടത്തിയ ഭീഷണി പ്രസ്താവനയിൽ തരൂർ നടത്തിയ പ്രതികരണവും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സിന്ധു നദിയിലെ ജലം ഒഴുക്കിയില്ലെങ്കിൽ ഇന്ത്യയുടെ രക്തം ചീന്തുമെന്ന് ഭൂട്ടോ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനോടുള്ള തരൂരിന്റെ പ്രതികരണത്തിലാണ് തരൂർ കോൺഗ്രസ് പാർട്ടിയിലാണോ അതോ ബി.ജെ.പിയിലാണോ എന്ന ചോദ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. തരൂർ പാർട്ടിക്ക് റിബലാകുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു. എ.ഐ.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഔദ്യോഗിക നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തരൂർ മത്സരത്തിനിറങ്ങിയിരുന്നു. ശക്തമായ പോരാട്ടത്തിൽ ശശി തരൂരിനെ പരാജയപ്പെടുത്തി മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പോൾ ചെയ്ത 9497 വോട്ടുകളിൽ ഖർഗെക്ക് 7797 വോട്ടുകൾ ലഭിച്ചു. 1072 വോട്ടുകൾ മാത്രമേ ശശി തരൂരിന് ലഭിച്ചുള്ളൂ. 416 വോട്ടുകൾ അസാധുവായി. മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ ഔദ്യോഗിക പരിവേഷത്തോടെ മത്സരിച്ച ഖർഗെ വിജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നെങ്കിലും ശശി തരൂരിന്റെ സാന്നിധ്യവും പ്രചാരണങ്ങളും ഒരു അട്ടിമറി സാധ്യത നിലനിർത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് 1.25 നൂറ്റാണ്ടിന് ശേഷം മത്സരിക്കാനെങ്കിലും ഒരു മലയാളിയുടെ പേര് ഉയർന്നു വന്നത് തരൂരിലൂടെയായിരുന്നു. എന്നാൽ തരൂരിന്റെ സ്വന്തം കേരളത്തിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. ഉണ്ടാക്കിയെടുത്ത അവസരത്തിലൂടെ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് വോട്ട് ചോദിച്ച് ഒരു നേതൃനിർമ്മാണം തരൂർ സാധിച്ചെടുത്തു. പ്രതിപക്ഷ നിലയിൽ രാഹുലിന്റെ യാത്രയെ മാധ്യമങ്ങൾ തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കവറേജ് നൽകി. തരൂരിന് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ പാർട്ടിയിലുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അതും കേരളത്തിലായിരിക്കും. തരൂരിന്റെ പ്രൊഫഷണൽ കോൺഗ്രസിലുള്ള കുഴൽനാടനും യുവനിരയിലെ ശബരിനാഥും തുടക്കം മുതൽ തരൂരിന് ഒപ്പമായിരുന്നു. പത്രികയിൽ പിന്തുണച്ച് ഒപ്പിട്ടവരിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ തമ്പാനൂർ രവിയും കെ.സി. അബുവും അടക്കമുണ്ടായിരുന്നു. ആന്റണിയുടെ ഏറ്റവും വിശ്വസ്തനായ എം.കെ. രാഘവനായിരുന്നു ബലത്തിൽ തരൂരിന്റെ വലങ്കൈ. തരൂർ തോറ്റിട്ടും ഷമ്മി തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞ് ഹൈബീഡനും ധൈര്യം കാട്ടി. എന്നാൽ തുടരെയുള്ള തരൂരിന്റെ ബി.ജെ.പി അനുകൂല പ്രസ്താവനകളിൽ ഇവരും അസ്വസ്ഥരാണെന്നാണ് അറിയുന്നത്. തരൂരിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.